ഹായ്, അസ്സലാമലൈക്കും. നമുക്കിന്ന് വളരെ എളുപ്പത്തിലൊരു നാരങ്ങ അച്ചാർ ഇട്ടാലോ? കുറേ നാളത്തേക്ക് ഒന്നും ചെയ്യില്ല കേട്ടോ. ഇത് കേടാവേ ഒന്നും ചെയ്യൂല. പിന്നെ നമ്മളിത് അവിക്കുക ഒന്നുമില്ല. അതിന് ആവശ്യമായ സാധനങ്ങൾ ഞാൻ 1 കിലോ നാരങ്ങയാണ് എടുത്തത്. അത് വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഉപ്പും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിന് നമ്മൾ 1 മണിക്കൂർ നേരത്തേക്ക് വെയിൽ കൊള്ളാൻ വേണ്ടി ഇതുപോലെ നിരത്തിയിട്ടിട്ട് 1 മണിക്കൂർ നേരത്ത് വെയിലത്ത് വയ്ക്കണം. വെയിലത്ത് വെച്ച് 1 മണിക്കൂറത്തെ വെയിൽ കൊണ്ടാൽ മതി. അതെല്ലാം വെയിൽ കൊണ്ട് വരുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയിട്ടിരിക്കും. ഉപ്പിട്ട് കുറേ നേരം വെച്ചിരിക്കുന്നത് വേണ്ട. ഉപ്പിടുക, അപ്പോഴന്നെ നമ്മളെടുത്ത് വെയിലത്തിടുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ വറ്റൽമുളക്. മുളക് പൊടിയൊന്നും ചേർക്കണില്ല, വറ്റൽമുളക്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. പിന്നെ വേണ്ടത് ഒരു ജാറിൽ കുറച്ച് കടുകും ഉലുവയും കൂടെ നമ്മൾ പൊടിച്ച് വെക്കണം. വേറെ ഇതൊന്നും വേണ്ട. കടുകും ഉലുവയും കൂടെ ഒന്നും കൂടെ വറുക്കണ്ട, അല്ലാതെ തന്നെ പച്ചയ്ക്ക് പൊടിച്ച് വെച്ചിരുന്നാൽ മതി. പിന്നെ അതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന കുറച്ച് വറ്റൽമുളകും അതിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ആദ്യം നാരങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇടുക. നമ്മൾ പിന്നീട് നോക്കിയാൽ മതി, ബാക്കി ഉപ്പ് വേണോ എന്നുള്ളത് നോക്കിയെടുത്താൽ മതി. ഞാനിതിപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ടുണ്ട്. നാരങ്ങയ്ക്കാകുമ്പോൾ ഉപ്പ് കുറച്ചധികം വേണമല്ലോ. അതും കൂടെ ഇട്ട് ചേർത്ത് വയ്ക്കുക, പൊടിച്ച് വയ്ക്കുക. പിന്നെ ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പി വയ്ക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ കടുകിട്ട് കുറച്ച് കടുകിട്ടാൽ മതി. കടുകിട്ട് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ഇത്രയിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റി നല്ല മറ്റേ ഗോൾഡൻ കളറായിട്ട് വരണം. അതെല്ലാം അതിൻ്റെ പച്ച മണമൊക്കെ പോയി നല്ലതുപോലെ ഗോൾഡൻ കളറായിട്ട് വന്നതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ മറ്റേ പൊടിച്ച് വെച്ചിരുന്നില്ലേ ഉലുവയും കടുകും കൂടെ പൊടിച്ച പൊടിയും കൂടെ ചേർക്കുക. അതും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ അതിൻ്റെ പച്ച ചുവ നമ്മൾ വറുത്തിട്ടല്ലല്ലോ പൊടിച്ചത്, പച്ചയ്ക്ക് തന്നെ പൊടിച്ചെടുത്തല്ലേ. അതുകൊണ്ട് ആ പച്ച ചുവ പോണത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന മുളകും കൂടെ ഇട്ട് വറുത്തെടുക്കുക. മുളക് അതുപോലെ തന്നെ ഇതിൽ എണ്ണയിലിട്ട് മൂപ്പിക്കുക. അതിൻ്റെയും നല്ല പച്ച മണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുക. വേറെ പൊടികളൊന്നും ചേർക്കണില്ല, മഞ്ഞൾപ്പൊടി മാത്രം തന്നെയാണ് ചേർക്കണം. പിന്നെ ചേർക്കുന്നത് കായം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതും അതിൽ കൂടെ ഇട്ട് നല്ല വഴറ്റിയെടുത്ത് എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ കായപ്പൊടി, ഞാൻ ഇച്ചിരി കൂടുതൽ തന്നെ ഇട്ടിട്ടുണ്ട് കായപ്പൊടി, നല്ല 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് അതും കൂടെ നല്ലതുപോലെ അതിലെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണക്കി ഡ്രൈ ആക്കി എടുത്ത് വെച്ചിരുന്നില്ലേ നാരങ്ങ, അതും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യാം. വേറെ ഒന്നുമില്ല അതിൽ ചേർക്കാനൊന്നും. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം, ഒരു 2 സ്പൂണ് മതി. വലിയ സ്പൂണിന് 2 സ്പൂണ്, ഒരു 1/4 കപ്പ് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിക്കണത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുളകും മസാലകളെല്ലാം ഇല്ലേ, അതെല്ലാം കൂടെ ആ നാരങ്ങയിൽ പിടിക്കാൻ വേണ്ടിയാണ് ആ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതും കൂടെ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം കൂടെ ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കണം. ഒരു 5 മിനിറ്റൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ നമ്മൾ ആ ചെറിയ തീയിൽ തന്നെ ഇട്ട് വഴറ്റിയെടുത്ത് കൊടുക്കണം. ആ വെള്ളം ഒഴിച്ചില്ലേ, ആ മസാല ഈ നാരങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇടുക. ഞാൻ വേറെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ആ ഉപ്പ് തന്നെയാണ് അതിലുണ്ടായിരുന്ന ഉപ്പ്, അത്രയും തന്നെയാണ്. അതിന് ശേഷം നമ്മളതിനെ ഇറക്കി വെച്ച് ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലോട്ട് കോരി വയ്ക്കുക. ഇത്രയും തന്നെ. പിന്നെ എൻ്റെ പുതിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അസ്സലാമു അലൈക്കും.